ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സെമി പട്ടിയാല പാൻറ് തയ്ക്കണം എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ ഈ പാൻറ്റിന് 3 മീറ്ററാണ് വേണ്ടത്. നമുക്ക് 2.25 മീറ്റർ വെച്ചിട്ട് തന്നെ ഈ ഒരു പാൻറ്റ് ഇങ്ങനെ തയ്ച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 36 ഇഞ്ചാണ്. ബെൽറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 6 ഇഞ്ച്. അപ്പോൾ അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 30 ഇഞ്ച് കിട്ടും. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അത് 1 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാൻ 1/2 ഇഞ്ച് മുകളിൽ ബെൽറ്റായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് 32 ഇഞ്ച് കിട്ടും. ഇവിടെ ക്രിച്ച് ലെങ്ത് വരുന്നത് 9 ഇഞ്ചാണ്. അടുത്തത് ഹിപ്പ് റൗണ്ട്, ഇവിടെയാണ് നമ്മൾ പാൻറ് ഇടുന്ന അവിടുത്തെ വണ്ണം 34 ഇഞ്ചാണ്. പ്ലസ് 10 ഇഞ്ച് എക്സ്ട്രാ ലൂസിന് വേണ്ടി, നമ്മൾ ത്രെഡ് ഇടുമ്പോൾ കുറച്ച് ചുരുക്കിൽ അങ്ങനെ കിടക്കാനാണ് എക്സ്ട്രാ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 44 ഇഞ്ച് കിട്ടും. അപ്പോൾ 32 ഇഞ്ച് 44 ഇഞ്ച്, ഇതാണ് മെയിനായിട്ട് നമുക്ക് തയ്ക്കാൻ ആവശ്യമുള്ള മെഷർമെൻറ്റ്സ്. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്ക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു തുണീനെ 4ആയിട്ട് നമുക്ക് ഇതുപോലെ മടക്കാം. അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് 4 ലെയർ കിട്ടും. അപ്പോൾ ആദ്യം നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് പാൻറ്റിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 36 ഇഞ്ചാണ്. അതിൽ നിന്ന് 6 ഇഞ്ച് മൈനസ് ചെയ്യുക. 6 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ വീസ് ബാൻഡിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 30 ഇഞ്ച് കിട്ടും. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 32 ഇഞ്ചാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ഈ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ആംഗിൾ റൗണ്ട്, താഴത്തെ കാലിൻ്റെ അവിടുത്തെ വണ്ണം, അത് ഞാനൊരു 6 ഇഞ്ചാണ്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 7 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് താഴേക്കുള്ളത് നമ്മുടെ വേസ്റ്റ് ബാൻഡാണ്. അപ്പോൾ എല്ലാം ഈ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നത്. ഇനി ഈ ടേപ്പിന് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് 32 ഇഞ്ച് കിട്ടിയല്ലോ, അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ നമുക്ക് 16 ഇഞ്ച് കിട്ടും. ആ ഒരു പോയിന്റ് ജസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണത്. അപ്പോൾ കൂടുതൽ ഫ്ലീറ്റ്സ് കിട്ടും. ഇനി ഇവിടെ മാർക്ക് ചെയ്ത 7 ഇഞ്ചിൻ്റെ പോയിന്റിലേക്ക് ഇതൊന്ന് ജോയിൻ ചെയ്യാം. ഇനി ഇതിവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യണ മുന്നേ നമ്മുടെ വീസ് ബാൻഡ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. 6 ഇഞ്ചായിരുന്നു, പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 8 ഇഞ്ച് നമുക്കതിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കട്ട് ചെയ്ത് 2 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടുന്നത്. അതിൽ 1.5 ഇഞ്ച് ഇലാസ്റ്റിക് അല്ലെങ്കിൽ ത്രെഡ് ഇടാനും, പിന്നെ 1/2 ഇഞ്ച് താഴെ ഈ പാൻറ്റായിട്ട് അറ്റാച്ച് ചെയ്യണം, അങ്ങനെ 2 ഇഞ്ച്. ഇവിടെ ഇപ്പോൾ ഇത് വെട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഭാഗം നമ്മൾ ഇവിടെ ആയിട്ട് കൊണ്ടുവരികയാണ്. ഈ ഒരു പീസിലാണ് നമ്മൾ ക്രച്ച് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. അതിവിടെ 9 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ അത് കട്ടായി പോയിട്ടുണ്ട്, അതാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങളത് 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. എവിടെയാണ് ആ 9 ഇഞ്ച് കിട്ടണേ അവിടെ ഇതുപോലെ ആ പീസ് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇപ്പം 4 പീസ് നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ വയ്ക്കാം. ആ സെയിം തുണി തന്നെയാണ് നമ്മളവിടെ വെക്കുന്നത്. അപ്പം നമ്മൾ ക്രച്ച് സെപ്പറേറ്റ് ആയിട്ടാണ് വേറെ തുണിയിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ മടക്കിയൊരു ഭാഗം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടി വെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 പീസ് കിട്ടുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ 44 ഇഞ്ച് നീളമുള്ള ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹിപ്പ് റൗണ്ടിന് വരുന്നത് 34 ഇഞ്ചാണ്. പ്ലസ് 10 ഇഞ്ച് എക്സ്ട്രാ ലൂസിന് എടുക്കുന്നുണ്ട്. അപ്പോൾ 44 ഇഞ്ച് വരുന്നത്. ഇനി ഇവിടുത്തെ വീതി വരുന്നത് 8 ഇഞ്ചാണ്. അതിൽ 1.5 ഇഞ്ച് മുകളിൽ ഇലാസ്റ്റിക് അല്ലെങ്കിൽ ചരട് ഇടാൻ വേണ്ടി വിടണം. പിന്നെ താഴെ 1/2 ഇഞ്ച് പാൻറ്റായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണം. അപ്പം അങ്ങനെ ടോട്ടൽ 2 ഇഞ്ചാണ് നമ്മൾ വിടുന്നത്. അപ്പോൾ ഈ ഒരു 8 ഇഞ്ചാണ് നമ്മൾ ആദ്യം താഴേക്ക് മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യം ഈ തുണീനെ ഇവിടെ മടക്കിയിട്ട് ഉള്ളിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ വെച്ച് അടിച്ചു കൊടുക്കാം. ഈ ഒരൊറ്റ പീസിലാണ് ഈ 2 പീസ് അടിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ ഇതുപോലെ നല്ല വശം ചേർത്തിട്ട് ഇങ്ങനെ അടിച്ചു പോവുക. ഇതൊരു പീസിൽ, ഒരു പാൻറ്റിൻ്റെ പീസിലാണ് ഈ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റേ പാൻറ്റിൻ്റെ പീസിലും ഈ ഒരു മെത്തേഡ് ചെയ്യാം. ഈ ഒരു പീസിൽ ഇതൊരു ഫ്രണ്ട് ഭാഗവും ഇത് ബാക്ക് വശമായിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ കുഞ്ഞു ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പീസിൽ ഫുള്ളും ഇതുപോലെ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഒരേ സൈഡിൽ തന്നെ ഇങ്ങോട്ട്, ഇപ്പോൾ ലെഫ്റ്റ് സൈഡാണെങ്കിൽ ആ ഒരു സൈഡിൽ തന്നെ ചെറിയ ഫ്ലീറ്റ്സ് ഫുള്ളും ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്.
ഇപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ പീസും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രച്ചിൻ്റെ ഭാഗം നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ നല്ല വശം ഇതിൻ്റെ ഈ സൈഡിൽ നല്ല വശം ചേർത്തിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കാം. ഈ കാണുന്ന ഭാഗം അതിൻ്റെ ക്രച്ചാണ്. അതുപോലെ ഈ ഒരു സൈഡും അതുപോലെ തന്നെ കൊണ്ടുവന്ന് നല്ല വശം ചേർത്ത് അടിച്ചെടുക്കാം. ഇവിടെ ഇപ്പം നമ്മളത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ടേപ്പ് എടുത്തിട്ട് നമുക്കിവിടെ 44 ഇഞ്ചിൻ്റെ ഹിപ്പ് റൗണ്ടാണ് കിട്ടണേന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ചുരുക്കിട്ട് കഴിഞ്ഞ ശേഷം 44 ഇഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിരിക്കും. അപ്പോൾ ഈ നമ്മുടെ വേസ്റ്റ് ബാൻഡ് ഇതുപോലെ നല്ല വശം ചേർത്തിട്ട് നമുക്ക് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ മുകളിൽ ത്രെഡ് ഇടാൻ വേണ്ടി ഞാൻ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യമേ. എന്നിട്ട് ഇതിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് ഈ പാൻറ്റായിട്ട് ഇതുപോലെ അറ്റം വരെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഇപ്പോൾ കുറച്ച് ജോയിൻ ചെയ്തേക്കുന്നത് ബാക്ക് വശത്താണ്. അപ്പോൾ അത് വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് ഫ്രണ്ടിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യാം. ഇവിടെ ഇപ്പോൾ വേസ്റ്റ് ബാൻഡും ആ പാൻറ്റിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം നമ്മൾ അടിച്ചതുണ്ടല്ലോ അതിൻ്റെ താഴെയായിട്ട് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആ ഫ്ലീറ്റ്സ് അടിച്ച ഭാഗം കാണും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇവിടെ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഈ ഫ്രണ്ട് ഭാഗമാണ് ഇനി തയ്ക്കാനുള്ളത്. ഈ പാൻറ്റിന് ഇതുപോലെ ഇതിപ്പോൾ കാണുന്നത് നിങ്ങൾ ചീത്ത വശമാണ്. ഇനി ഈ ക്രച്ചിൻ്റെ ഈ ഭാഗം തയ്ച്ചു കൊടുക്കണം. നല്ല വശം ചേർത്തിട്ട് ഇതുപോലെ ആ ഫ്രണ്ട് ക്രച്ച് ഇതുപോലെ ഫുള്ളും വേസ്റ്റ് ബാൻഡും ഇതും അടക്കം തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം ഈ പാൻറ്റിൻ്റെ അടിഭാഗം നമ്മൾ ഇതുപോലെ മടക്കി തയ്ക്കാം, അല്ലെങ്കിൽ ബാൻഡ് വെച്ചിട്ട് നിങ്ങൾക്ക് തയ്ക്കാം. ഇതുപോലെ അടിവശം തയ്ച്ചിട്ട് ഈ സൈഡ് ഭാഗം കൂടി അടിച്ചു പോവാണ്. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ക്യാൻവാസ് വെച്ചിട്ട് അടിച്ചെടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ ഫ്രണ്ട് ക്രച്ച് ഇതുപോലെ തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കാണുന്നു. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ക്രച്ച് തയ്ച്ചു കഴിഞ്ഞു. ഇനി ഈ പാൻറ്റിൻ്റെ അടിഭാഗം ഞാൻ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഭാഗം, ഈ പാൻറ്റിൻ്റെ 2 സൈഡ് ഭാഗവും ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ സൈഡ് ഭാഗം ചുറ്റും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മടക്കി ഈ ഒരു അറ്റത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇതുപോലെ അറ്റം വരെ നമ്മൾ തയ്ച്ചെടുത്തു. അപ്പോൾ 2 മീറ്റർ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഫ്ലീറ്റ്സിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പാൻറ്റ് തയ്ക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.